ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. അതും ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 2 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ അങ്ങ് കുഴയ്ക്കുവാണ്. ഇനി ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നല്ല മയം വരാനും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളം, ഒത്തിരി തിളയ്ക്കുന്ന വെള്ളം വേണ്ട, അത്യാവശ്യം ചൂടുള്ള വെള്ളം കൊണ്ട് നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് ചപ്പാത്തി മാവിൻ്റെ കണക്കിന് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മാവൊക്കെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഒരു എക്സ്ട്രാ ഒരു 1 മിനിറ്റ് എടുത്ത് നന്നായി കുഴയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അപ്പോൾ ഞാൻ അല്പം ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് തന്നെയാണ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിനകത്തോട്ട് 2 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ പുഴുങ്ങി ഉരുളൻകിഴങ്ങ് അത്യാവശ്യം ഉടച്ചിട്ടുമുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7-8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് സ്വാദ്. ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സവോള, നമുക്ക് പകുതിയോളം ഉള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടോ മുഴുവനായിട്ട് അത് കിട്ടിയില്ല. ഞാനൊരു 1/4 ടീസ്പൂണോളം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് ഉണക്കമുളക് ചെറുതായി ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഓപ്ഷണലാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ചാട്ട് മസാല എന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡും അതിൻ്റെ ഒരു കവറൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഷാൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത് നോർത്ത് ഇന്ത്യൻ്റെ ഒരു പ്രത്യേകത, ഒരു പുളിയൊക്കെ മുന്നേ നിൽക്കുന്ന ഒരു മസാലയാണത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാട്ട് മസാലയ്ക്ക് പകരം അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചാട്ട് മസാല യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം നാരങ്ങയുടെ നീര്, ഒരു 2-3 തുള്ളി നാരങ്ങയുടെ നീരുവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇതിന് ഒരു ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണമൊന്നും കിട്ടാത്ത രീതിയിൽ നമുക്കിത് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഭയങ്കര വെള്ള കളർ പോലെ തോന്നി എനിക്ക്. ഒരു കളർ കുറവുള്ളത് തോന്നിയത് കൊണ്ട് ഞാൻ അല്പം കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാവുമ്പം കളർ മാത്രം നമുക്ക് നന്നായി കിട്ടുകയും ചെയ്യും, എന്നാൽ വലിയ എരിവില്ല താനും. അപ്പം ഞാനൊരു വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില തികച്ചും ഓപ്ഷണലാണ്. കറിവേപ്പിലും കൂടെ ചേർത്തുന്ന നല്ലൊരു സ്വാദ് ഉണ്ടാവും. ഇനി അതല്ല, അതിന് പകരം നിങ്ങൾക്ക് മല്ലിയിലയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് നുറുക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ഈ പൊട്ടറ്റോ മിക്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് അല്പം എടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി കണക്കിന് എത്രത്തോളം വലിപ്പം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു ചപ്പാത്തി വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ഒരു 8-9 വരത്തക്ക രീതിയിലുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഇത്രയും വലിപ്പത്തിലൊന്ന് ചപ്പാത്തിക്കുള്ള മാവ് സാധാരണ കുഴച്ചെടുക്കുന്നത് പോലെ അല്പം പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരു ചപ്പാത്തിക്കുള്ളത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഒന്ന് നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് പോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതാ ഞാൻ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് സ്നാക്ക് തന്നെ ആവണം എന്നില്ല. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ സ്ഥിരം കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഇതുപോലെ നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒന്ന് ഒരു ഫ്രൈങ് പാനിൽ തടവിയിട്ട് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തെന്നാലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ്. പക്ഷെ ഞാനെന്ന് പറഞ്ഞ പോലെ ഇതൊരു സ്നാക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം എന്നനുസരിച്ച് നമുക്കിതൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ അതാ ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് നല്ലൊരു ലെയർ പോലെ കിട്ടും ചെയ്യും. കണ്ടോ, ഇപ്പോൾ നമുക്കതിൻ്റെ മേൽഭാഗം താഴ്ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ലെയർ പോലെ ഇരിക്കുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് ഒരു ചപ്പാത്തിയിൽ നിന്ന് ഇത്രയും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിനി ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് പരത്തി ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം. പിന്നെ നമുക്കിതിനകത്ത് ചേർക്കുന്ന മസാലകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഉരുളൻകിഴങ്ങിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, അല്ലെങ്കിൽ ക്യാബേജ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം, ബീൻസ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പിന്നെ ഇതെല്ലാം ചേർക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള ആ ഒരു മാവും കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റോളിൻ്റെ അറ്റത്തുള്ള 2 ഭാഗങ്ങൾ നമുക്ക് വളരെ ഒരു പരന്ന ഷേപ്പിലായിരിക്കും കിട്ടുക. അത് കുഴപ്പമില്ല. നമുക്കത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലൊക്കെയാണ് ആക്കാൻ പറ്റുന്നത് അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒരു പാത്രം ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഓയിലാണ് ഏറ്റവും നല്ലത്, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനങ്ങനെ സമയമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കാരണം ഉള്ളിലുള്ളതൊക്കെ അത്യാവശ്യം വളരെ കനം കുറഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഒരു 1 മിനിറ്റിനും 2 മിനിറ്റിനും ഇടയ്ക്കുള്ള ഒരു സമയമാണ് എനിക്കിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു 2 ദിവസം മുന്നേ 2-3 പേരായിട്ട് എനിക്ക് മെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വീട്ടിലിരുന്ന് നമുക്ക് ഇപ്പം എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല, അപ്പം എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ജോലി, അതായത് ഒരു പാർട്ട് ടൈം ആയിട്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റാമെന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു പോക്കറ്റ് മണി, വീട്ടമ്മമാർക്കൊരു പോക്കറ്റ് മണി എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ നാളായി ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒന്നാണ് യൂട്യൂബ്. നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സ്റ്റിച്ചിങ് ആവാം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആവാം. അപ്പം നിങ്ങൾക്ക് ഇനി പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവായിരിക്കാം, പാട്ട് പാടാനുള്ള കഴിവായിരിക്കാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് നമ്മൾ യൂട്യൂബിൽ കൂടെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം നേടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ 2 ദിവസം മുന്നാണ് ഒരു കുട്ടി മെയിൽ അയച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ യൂട്യൂബ് അല്ലാതെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഇതല്ലാതെ നമുക്കൊരു ഓപ്ഷനും ഉണ്ട്. അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ ഒരു നല്ല കണക്ഷനൊക്കെ ഉണ്ട്, നല്ല സ്പീഡൊക്കെ ഉള്ളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു 20,000 രൂപ വരെ മാസം നമുക്കൊരു പോക്കറ്റ് മണി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയുണ്ട്. അപ്പം അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാനിത് എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം. അപ്പം ഞാൻ ഉടനെ തന്നെ അതിൻ്റേതായ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂ പോലെ ഇരിക്കുന്ന തരത്തിലുള്ള ലെയറൊക്കെ ഉള്ള ഒരു സ്നാക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഇതിനെ ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ചട്നി, നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി അഥവാ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.